35 ഇഞ്ച് നീളം, 35 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയിൽ ഒറ്റ പീസാണ് ഞാൻ വെട്ടിയെടുക്കണം. 35 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയിലും ഒറ്റ പീസ് എടുക്കുകയാണ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ളത് കുറച്ച് തുണിയേ ഉള്ളൂ. ആ തുണിയിൽ നമുക്ക് 2 വള്ളിയും കൂടെ വേണം, വള്ളി കൂടെ വെട്ടിയെടുക്കണം. പിന്നെ ഇത് ഞാൻ ഇത്രയും വെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാ 35 ഇഞ്ച് നമ്മൾ ടേപ്പ് എടുത്തിട്ട് 35 ഇഞ്ച് നീളം 16 ഇഞ്ച് വീതിയിൽ നമുക്ക് ഒരു പീസ് വെട്ടിയെടുക്കണം. ബാക്കി വള്ളിയും കൂടെ വെട്ടിയെടുക്കാം. ലൈനിങ്, അടിയിലത്തെ ലൈനിങ് വെട്ടി, ഇത് അതിൻ്റെ സ്പോഞ്ച് വെട്ടി, സ്പോഞ്ച് ലൈനിങ് ആയി. ഇത് നല്ല മെറ്റീരിയൽ ബാഗിൻ്റെ പുറത്തിടാനുള്ളതാണ്. അത് ഈ 3 പീസും കൂടെയാണ് നമുക്ക് വെച്ച് തയ്ക്കേണ്ടത്. 3 പീസ്. അപ്പോൾ ഈ 4 സൈഡും 3 പീസ് തയ്ക്കണം. ഇതിപ്പം നമുക്ക് അകത്ത്, ഈ ലൈനിങ്ങിനകത്ത് നമുക്ക് ഇതിലൊരു പോക്കറ്റ് വയ്ക്കണം. അകത്തൊരു കള്ള പോക്കറ്റ് വയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് വെട്ടി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് സിബ് വെച്ച് ഇതിൽ തയ്ക്കാം. അപ്പോൾ അത് സിബ് വയ്ക്കണം എങ്ങനെയാണെന്ന് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം. സിബ് വയ്ക്കണം ഞാൻ കാണിക്കാം. എന്നിട്ട് നമുക്കിത് സിബ് വെച്ച ശേഷം നമുക്ക് 4 സൈഡും, ഇനി നമുക്ക് പോക്കറ്റിൻ്റെ പീസിൽ സിബ് വയ്ക്കാം. അകത്ത് വയ്ക്കേണ്ട പോക്കറ്റാണ് കള്ളയറ. അതിൽ നമ്മളിങ്ങനെ സിബ് വയ്ക്കുകയാണ്. സിബ് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് റണ്ണർ ഇടാം. സിപ്പിൽ നമ്മൾ റണ്ണർ ഇടുകയാണ്. റണ്ണറിട്ട് ഇനി നമുക്ക് അത് റണ്ണറിട്ട് ഇനി ഇതാണ് നമ്മൾ ലൈനിങ് തുണിയാണ്, അകത്തിടുന്ന ലൈനിങ്ങിൽ ആണ് നമ്മൾ ഇത് പോക്കറ്റ് വെക്കണം. അകത്തെ കള്ള അറയാണ്. അത് നമുക്കിതിൽ വെച്ച് തയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ കുറേ മിച്ചം വന്ന സിബൊക്കെ അങ്ങ് വെട്ടിക്കളയാം. ഇത് വെച്ച് ഇങ്ങനെ ചുറ്റിന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഇവിടെ നിന്ന് 4 ചുറ്റിന് തയ്ച്ചെടുക്കാം. അകത്ത പോക്കറ്റ് റെഡിയായി. അകത്ത ലൈനിങ്ങിൽ പോക്കറ്റ് വെച്ച് നമ്മൾ ഇത് കള്ളയറ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത പോക്കറ്റ് ഇങ്ങനെ നമ്മൾ വെച്ച്, അകത്ത് പോക്കറ്റ് വെച്ച് ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത്, ഇനി പുറത്ത് ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് 4 ഇഞ്ച് കണക്കാക്കി ഇങ്ങനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് നമുക്ക് സിപ്പ് പോക്കറ്റും വെക്കാനാണ്. ഇത് അറ തയ്ക്കാനുള്ള തുണി ഇതിനകത്ത് അറ വയ്ക്കാനുള്ള തുണിയാണ്. ഇത് വയ്ക്കാം. ഇത് ഫ്രണ്ട് പീസ്. അതിൽ നമ്മൾ സിബ് അതിൻ്റെ പുറത്ത് വയ്ക്കുകയാണ്. സിബ് ഇങ്ങനെ വയ്ക്കുന്നു. അതിൽ വയ്ക്കേണ്ട ലൈനിങ്ങാണ് ഇത്. നല്ല തുണി. അതിൽ സിബ് ഇങ്ങനെ കമത്തി വയ്ക്കും. അതിൻ്റെ പുറത്തുകൂടെ ലൈനിങ് ഇങ്ങനെ വെച്ച് അവിടെ നിന്ന് ഇതുവരെ ഇങ്ങനെ ഒരു തയ്യൽ തയ്ക്കണം. ഇത് ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞു ഒരു തയ്യൽ വെച്ച്. അപ്പം ഇനി ഇത് നമുക്ക് പതിച്ച് തയ്ക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഈ തുണിയാണ് അകത്തോട്ടിട്ട്
ഇങ്ങനെ മടക്കി ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത് വെച്ച് നമുക്ക് ഇങ്ങനെ തയ്ക്കണം. ഇങ്ങനെ നമ്മൾ തച്ച് കഴിഞ്ഞ് ഇനി സിപ്പ് ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് പതിച്ച് തയ്ക്കാം. ഇതിൻ്റെ തൊമ്പിന് മുകളിലോട്ടാക്കിയിട്ട് ഒരു പതിച്ച് തയ്യൽ തയ്ക്കാം. ഇതിൻ്റെ പുറത്ത് നമുക്ക് ഇങ്ങനെ ഒരു തുണി വെച്ച് ഈ സിപ്പ് ഇങ്ങനെ ഇതിനെ മറച്ച് ഇങ്ങനെ തയ്ക്കാം. ഇങ്ങനെ വെച്ച് ഇങ്ങനെ സിപ്പ് ഇങ്ങനെ തയ്ക്കാം. സിപ്പ് വെച്ച് സിപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ ഇത് വെച്ച് പൊതിഞ്ഞ് തയ്ച്ച് ഇനി നമുക്ക് റണ്ണറിടാം. സിപ്പിൽ നമുക്ക് റണ്ണറിടാം. ഇങ്ങനെ എടുത്ത് ഒരു തല ഇങ്ങനെ ആദ്യമായിട്ട് ഇട്ടിട്ട് ഈ തല കഴിഞ്ഞ് ഇനി നമുക്ക് വള്ളി തയ്ക്കാം. വള്ളി ഒരു 2 വള്ളി തയ്ച്ച് വെച്ചിട്ടുണ്ട്. വള്ളിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച്, ഇതാണ് ഇങ്ങോട്ട് 5 ഇഞ്ചാണ്. ഇപ്പുറത്തുനിന്ന് ഇവിടെ നിന്നും ഇങ്ങോട്ട് 5. വള്ളിയുടെ നീളം വേണ്ടത് 25 ഇഞ്ച് നീളം. തച്ച് വരുമ്പോൾ 1 ഇഞ്ചിൽ ഉള്ള വള്ളിയാണ്. 1 ഇഞ്ച് വീതി, 25 ഇഞ്ച് നീളത്തിൽ 2 വള്ളിയാണ് തച്ച് ചെയ്യുന്നത്. അത് നമുക്ക് വള്ളി ഇതിൽ വെച്ച് വയ്ക്കാം. ഇങ്ങനെ എടുത്തിട്ട് ഈ അടയാളപ്പെടുത്തിയെടുത്ത് ഇങ്ങനെ വെച്ച് വള്ളി തച്ച് ഇനി നമുക്ക് ഈ അറ്റത്തിങ്ങനെ ഓരോ ചുരുക്കിങ്ങനെ ഇടാം. ഇതായി ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചുരുക്കിട്ട് കൊടുക്കാം. ഒരു 4 ഇഞ്ച് വലുപ്പത്തിന് നമുക്ക് ചുരുക്കാം. അവിടെ ഇങ്ങനെ സിപ്പ് ഒഴിക്കാം. ഇത് സിപ്പ് വെച്ച് തച്ച് ഇനി പതിച്ചും തച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സ്ഥലം നമുക്കിത് ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വെച്ച് ഇവിടെ തയ്ക്കാം. ഇതിനെ പതിച്ച് ഈ താഴോട്ട് സിപ്പിൻ്റെ തള്ളിയിട്ട് വള്ളി മുകളിലോട്ടാക്കിയിട്ട് പതിച്ച് തയ്ക്കും. ഇത് സിപ്പ് വെച്ച് തച്ച് ഇനി പതിച്ചും തച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സ്ഥലം നമുക്കിത് ഇതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ വെച്ച് ഇവിടെ തയ്ക്കാം.
ഈ സൈഡും അടിക്കണം, ഈ സൈഡും തയ്ക്കണം. രണ്ട് സൈഡും ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ കോണ് നമുക്ക് വെട്ടണം. അതിന് 2 ഇഞ്ച് വീതിയും 2 ഇഞ്ച് നീളത്തിൻ്റെ ഇങ്ങനെ 2 ഇഞ്ച് ഇങ്ങനെ 2 ഇഞ്ചായിട്ട് ഈ 2 സൈഡിലും 2 ഇഞ്ച് വീതമുള്ള ഒരു ബോക്സ് പോലെ വരച്ച് അതിനെ നമുക്ക് കട്ട് ചെയ്യണം. ഇങ്ങനെ തച്ച് ഇപ്പുറത്ത് 2 സൈഡും ഇതുപോലെ തച്ച് ഇനി നമുക്ക് മറച്ചിടാം. മറച്ചിടണത് കൂട്ടുകാരെ, അങ്ങനെ നമ്മളെ ബാഗ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ മിച്ചം തുണിയിൽ തച്ച ബാഗാണ്. എല്ലാ പണിയും കഴിഞ്ഞ് അകത്തൊരു കൊച്ചറ ഉണ്ട്. ഇതാണ് അകത്തെ കൊച്ചറ. അകത്ത് ഒരു കൊച്ചറയാണ് അകത്ത്. ഇനി പുറത്തൊരറ ഉള്ള ഒരു തുണിയിലാണ് ഇത്രയും ചെയ്തെടുത്തത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് വെളിയിലത്തെ അറയാണ്. ഇതുപോലെയൊക്കെ തുണിയുള്ള ഒരു തയ്ക്കാൻ അറിയാമെന്നുള്ളത് ഇതൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാമെന്നുള്ളത് വളരെ എളുപ്പം ചെയ്യാമെന്നുള്ളതാണ്. സിപ്പും റണ്ണറും മായ്ച്ച് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കണം.